ഹലോ, അപ്പം നമ്മൾ അബായയിൽ കുറച്ചധികം മോഡൽസ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിനേക്കായാലും നമ്മൾ നോർമൽ എന്തൊരു ആവശ്യത്തിനായാലും അത്യാവശ്യം നല്ല ഹെവി വർക്കിൽ നല്ല ഭംഗിയുള്ള നിത്യയിൽ റേറ്റാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ സൂമിൽ സീവയിലോ വേണമെങ്കിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കളേഴ്സ് അബായ വേണമെങ്കിലും അതും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിൽ നമുക്ക് ഫ്രീ ആയിട്ട് വരുന്ന ഹിജാബ് ബ്ലാക്ക് പ്ലെയിൻ ഹിജാബ് ആയിരിക്കും. ഏത് പർദ്ദയുടെ കൂടെ ആയാലും ബ്ലാക്ക് പ്ലെയിൻ ഹിജാബേ നമുക്ക് വരുന്നുള്ളൂ. പിന്നെ കളേഴ്സ് ഹിജാബ് വേണമെങ്കിൽ എക്സ്ട്രാ പേയ്മെൻറ്റ് ഇട്ടാൽ നമ്മൾ അത് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കളർ വെക്കുന്നതായിരിക്കും കേട്ടോ. പിന്നെ പറയാനുള്ളത് വെച്ചാൽ നമുക്ക് ഇപ്പം വൈറ്റ് ബീഡ്സ് അല്ലെങ്കിൽ വൈറ്റ് ത്രെഡൊക്കെ കാണുന്നിടത്തോളം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിലേക്ക് മാറ്റിയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതുകൂടെ നമുക്ക് കഴിയും. പിന്നെ ഓൾ ഓവർ ഇന്ത്യ നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ്. 7 to 40 ഡേയ്സ് ഡിസ്പാച്ചിങ് ടൈമും 21 ഡേയ്സിലായിരിക്കും കസ്റ്റമൈസ്ഡ് അബായസ് നിങ്ങൾക്ക് ഡെലിവറി ആവുന്നത്. ഇനി അർജൻറ്റായിട്ടുള്ള ഓർഡേഴ്സ് വല്ലതും ഉണ്ടെങ്കിൽ കറക്റ്റ് നിങ്ങൾ ഡേറ്റ് ഇട്ട് തന്നാൽ നമ്മൾ ആ ഡേറ്റിനേക്ക് ഇൻഷാല്ലാ ഡെലിവറി ചെയ്യുന്നതായിരിക്കും കേട്ടോ. അർജൻറ്റ് ഓർഡേഴ്സിൻ്റെതാണെങ്കിൽ DTDC വഴി ആയിരിക്കും കസ്റ്റമേഴ്സിന് എത്തുക. അതേപോലെ തന്നെ നമുക്ക് കേരളത്തിലേക്ക് ഫ്രീ ഷിപ്പിങ്ങും ഔട്ട് ഓഫ് കേരളയാകുമ്പോൾ നമ്മൾ ഡിസ്റ്റൻസ് അനുസരിച്ചിട്ട് ഈ ഡെലിവറി ചാർജിൽ മാറ്റം വരുന്നതുമായിരിക്കും. അപ്പോൾ നമുക്ക് COD അവൈലബിൾ അല്ല. അതേപോലെ തന്നെ നമുക്ക് ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫറാണ് അവൈലബിൾ ആയിട്ടുള്ള പേയ്മെൻറ്റ് മെത്തേഡ്സ് വരുന്നത്. അപ്പോൾ ആ രീതിക്ക് തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ ഇഷ്യൂസ് നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് റെഡിയാക്കി തരണമെങ്കിൽ നിങ്ങൾ കറക്റ്റ് ഓപ്പണിംഗ് വീഡിയോ എടുത്തിരിക്കണം. ഓപ്പണിംഗ് വീഡിയോ അറിയാത്തവരായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ ആ രീതിക്ക് നമ്മൾ കറക്റ്റ് പറഞ്ഞുതരും. 360 ഡിഗ്രി ഓപ്പണിംഗ് വീഡിയോ, അതേപോലെ തന്നെ പോസിങ്ങോ കട്ടിങ്ങോ എഡിറ്റിങ്ങോ ഇല്ലാത്ത ഓപ്പണിംഗ് വീഡിയോ ആയിരിക്കണം. നമുക്ക് വല്ല ഇഷ്യൂസും ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്ത് തരണമെങ്കിൽ അപ്പോൾ കറക്റ്റ് എന്താക്കുക, ഓപ്പണിംഗ് വീഡിയോ എടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഓപ്പണിംഗ് വീഡിയോ ഇല്ലാത്ത ഒരു കംപ്ലയിൻസും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോയുടെ ഉള്ളടക്കം വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ട് കാണുക. എന്നിട്ട് നമ്മുടെ ചാനൽ അല്ലെങ്കിൽ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതിനുശേഷം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് അമർത്തിയേക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും വരാം.